ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ സമ്മർ റോഡ് ട്രിപ്പ് ആരംഭിക്കുകയാണ്. 14 ദിവസത്തെ ഒരു പര്യടനം. അമേരിക്കയുടെ ഏകദേശം ഒരു 12-13 സ്റ്റേറ്റുകളിലൂടെ പാസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ടെക്സസ് എന്ന് പറയുന്ന US-ന്റെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ്സ്. ഒരു ദിവസം ഓളം എടുക്കും ഒരു ബോർഡറിൽ നിന്ന് മറ്റൊരു ബോർഡറിലേക്ക് ഈ സ്റ്റേറ്റിന്റെ തന്നെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ ഏറ്റവും ടെക്സസിന്റെ വെസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന ഒരു ചെറിയ കൗണ്ടിയാണ് മിഡ്ലൻഡ്. ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഇവിടുത്തെ മെയിൻ ബിസിനസ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളും ബിസിനസ്സുകളും ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. HEB, വാൾമാർട്ട് പോലെയുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, CVS, വാൾഗ്രീൻ പോലെയുള്ള ഫാർമസികളും അതിനോട് ചേർന്ന് ചെറിയ മിനി മാർട്ടുകൾ, എല്ലാ ഗ്യാസ് സ്റ്റേഷനോടുകൂടി ചേർന്നുള്ള മിനി മാർട്ടുകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ ഗ്രോസറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. പിന്നെ അപ്പാർട്ട്മെന്റുകൾ, വലിയ ഹൈ റൈസ് ബിൽഡിങ്സ് ഒന്നും ഇവിടെ കാണത്തില്ല. ഡൗൺ ടൗണിൽ ഒരു കുറച്ച് ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടെങ്കിലും ബാക്കിയുള്ളതെല്ലാം മാക്സിമം ഒരു 4 നിലയിലൊക്കെയാണ് അപ്പാർട്ട്മെന്റുകളും ഹോട്ടലുകളും ഒക്കെ ഉള്ളത്. അത്യാവശ്യം നല്ല പോപ്പുലേറ്റഡ് ആണ്. കൂടുതൽ ഹിസ്പാനിക് ആയിട്ടുള്ള, അതായത് സ്പാനിഷ് സംസാരിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെയുണ്ട്. ഇവിടെ ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നത് സ്പാനിഷ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ചെറിയ കൗണ്ടി. ഒഡേസ, ഗ്രീൻവുഡ്, ഇതൊക്കെയാണ് ഇതിന്റെ അടുത്തുള്ള കൗണ്ടികൾ. അധികം മലയാളികളില്ലാത്ത, എൻ്റെ അറിവിൽ ഞങ്ങളിപ്പോൾ 4 കുടുംബങ്ങളാണ് ഇവിടെ ഈ മിഡ്ലൻഡ് ഒഡേസ ഭാഗത്ത് മലയാളികളായിട്ടുള്ളത്. കൂടുതൽ പേരുണ്ടോ എന്ന് ഇതുവരെ അറിയത്തില്ല. എയർപോർട്ട് ഉണ്ട്, പക്ഷെ ഇന്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക് ആണ്. അപ്പോൾ ഇതിനടുത്തുള്ള ടെക്സസിലെ മറ്റ് സിറ്റിയിലേക്ക്, ഡാലസ്, ഹ്യൂസ്റ്റണിലൊക്കെ പോയിട്ട് വേണം നമുക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. 4 കാത്തലിക് ചേർച്ചസ് ഈ സ്ഥലത്തുണ്ട്. ബാക്കിയുള്ള ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഹിന്ദു ടെമ്പിൾസ് ഉണ്ട്, മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ചേർച്ചുകൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയ കൗണ്ടിയിലാണ് ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രിപ്പാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്സസ് സമയം രാവിലെ 5:30 ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഡാലസ് ആണ്. ഏകദേശം 4.5 മണിക്കൂർ ആണ് സ്ട്രെയിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുക അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഒരു 10-11 ഇടയ്ക്ക് രാവിലെ അവിടെ എത്താമെന്ന് വിചാരിക്കുന്നു.